ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. കർണാടക ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്തി. 6ാം സ്പോട്ടിൽ നിന്നാണ് പുരുഷന്റെ 15 അസ്ഥികൾ കണ്ടെത്തിയത്. ഓരോ അസ്ഥിയും പ്രത്യേകമായി സൂക്ഷിക്കും. 3ാം നാൾ സ്പോട്ട് നമ്പർ 6. ആദ്യ 2 ദിവസം നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ 3ാം ദിവസം ആ സ്പോട്ടിൽ നിന്നും ഒരു മനുഷ്യന്റെ അസ്ഥി തെളിഞ്ഞു വന്നു. രാവിലെ 11:30 തുടങ്ങിയ പരിശോധന 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6ാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ തെളിഞ്ഞു വന്നു. മനുഷ്യന്റേതെന്ന് വ്യക്തം. പിന്നീട് പുരുഷന്റെ അസ്ഥിയാണെന്നും സ്ഥിരീകരണം. 15 അസ്ഥികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പലതും പൊട്ടിയിട്ടുണ്ട്. തലയൊട്ടിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഫോറൻസിക് സംഘം അസ്ഥികൾ ശേഖരിച്ച ബയോസേഫ് ബാഗുകളിലാക്കി പരിശോധനയ്ക്ക് കൊണ്ടുപോയി. പുത്തൂർ റവന്യൂ അസിസ്റ്റന്റ് സ്റ്റെല്ല വർഗീസിന്റെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി. നാളെയും 6ാം സ്പോട്ടിൽ പരിശോധനയുണ്ടാകുമെന്നാണ് സൂചന. 7 മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളതായാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ധർമ്മസ്ഥലയിലെ മണ്ണുമാറ്റിയുള്ള പരിശോധനയിൽ ഏറ്റവും നിർണായക ദിനമാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്ത ഇടത്തുനിന്നും അസ്ഥികൾ തോണ്ടിയെടുത്തിരിക്കുന്നു. നാളെയും സമാന രീതിയിലായിരിക്കും പരിശോധന. ഇനി എന്തൊക്കെ സത്യങ്ങൾ മറനീക്കി പുറത്തു വരുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച മഹാരാഷ്ട്രയിലെ മാലേഗാവ് സ്ഫോടന കേസിൽ 7 പ്രതികളെയും വെറുതെ വിട്ട് പ്രത്യേക NIA കോടതി. BJP നേതാവും മുൻ MP-യുമായ പ്രഖ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെയുള്ളവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. പ്രതികൾക്കെതിരെ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനായില്ല എന്ന് മുംബൈയിലെ പ്രത്യേക NIA കോടതി നിരീക്ഷിച്ചു. 2008 സെപ്റ്റംബർ 29-ന് നാസിക്കിനടുത്ത് മലേഗാവിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലാണ് നിർണായക വിധി. പൊട്ടിത്തെറിച്ചത് ഒരു LML ഫ്രീഡം മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ച ബോംബ് എന്നതായിരുന്നു കണ്ടെത്തൽ. ബൈക്കിന്റെ ഉടമയെന്ന പേരിലാണ് പ്രഖ്യാ സിംഗ് ഠാക്കൂർ ആദ്യ പ്രതിയാവുന്നത്. ബോംബ് എത്തിച്ചു നൽകിയതിന് സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെയും അറസ്റ്റ് ചെയ്തു. കേസിലാകെ 7 പ്രതികൾ. ആദ്യം മഹാരാഷ്ട്ര ATSഉം പിന്നാലെ NIAയും അന്വേഷിച്ച കേസിൽ ഒടുവിൽ വിധി വന്നപ്പോൾ എല്ലാ ആരോപണവും ആവിയായി. ബോംബ് പൊട്ടിയത് ബൈക്കിലാണെന്നതുപോലും ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. RDX എത്തിച്ചതിനോ ബോംബ് നിർമ്മിച്ചതിനോ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെതിരെ തെളിവില്ല. ആരാണ് ബൈക്ക് എത്തിച്ചതെന്നോ ബൈക്കിന്റെ ഉടമസ്ഥ പ്രഖ്യാ സിംഗ് ആണോ എന്നുപോലും സംശയാതീതമായി തെളിയിക്കാനായില്ല. ബൈക്കിന്റെ ചേസി നമ്പർ മായ്ച്ചു കളഞ്ഞിരുന്നു. എഞ്ചിൻ നമ്പറും വ്യക്തമല്ല. പ്രഖ്യാ സിംഗ് ഠാക്കൂർ 2 വർഷം മുമ്പ് സന്യാസ ജീവിതം സ്വീകരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ കേസിൽ പ്രാഥമികമായുള്ള വിവരങ്ങൾ പോലും സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതോടെയാണ് എല്ലാവരെയും വെറുതെ വിട്ടത്. തീവ്രവാദത്തിന് മതമില്ലെന്നും പൊതുബോധവും ധാർമ്മികതയും മാത്രം നോക്കി ശിക്ഷിക്കാനാവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിനിടെ പറഞ്ഞു. കോടതി വിധി കേട്ട് കണ്ണീരണിഞ്ഞ പ്രഖ്യാ സിംഗ് ഠാക്കൂർ ഇത് ഹിന്ദുത്വത്തിന്റെ വിജയം എന്ന് പ്രതികരിച്ചു. വിധിയെ BJP നേതാക്കൾ കൂട്ടത്തോടെ സ്വാഗതം ചെയ്തു. കാവി ഭീകരത എന്ന പ്രചാരണം കോൺഗ്രസ് ഉയർത്തിയ വെറുമൊരു നുണയാണെന്ന് കോടതിയും കണ്ടെത്തിയെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും കോടതി ഇന്ന് സഹായധനം നൽകാൻ ഉത്തരവിട്ടു. കേസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബം അപ്പീൽ നൽകും. ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാനായി നടത്തിയ സ്ഫോടനം എന്നതായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഹിന്ദുത്വ ഭീകരവാദം എന്നൊരു വാക്ക് ഉയർന്നു വരുന്നത് പോലും മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. കേസ് കോടതിയിൽ അപ്പാടെ പരാജയപ്പെട്ടു പോകുമ്പോൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ പിന്നെ ആരാണ്? മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് അതിലെ കണ്ടെത്തലുകളുമായി രേഖപ്പെടുത്തിയിട്ടുള്ളവ വ്യാജമെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു.
ഡോക്ടർ ഹാരിസിന്റെ നടപടികൾ സർവീസ് ചട്ട ലംഘനമെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതുപ്രകാരമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. 7 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം. സർവീസ് ചട്ടത്തിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഡോക്ടർ ലംഘിച്ചു എന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും തെറ്റ്. ഹാരിസ് ഹസൻ ഉന്നയിച്ച പരാതികളെല്ലാം വസ്തുതയല്ല. ഡോക്ടർ ഹാരിസ് പ്രോബ് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി. എന്നാൽ പ്രോബ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു. പരാമർശങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നും നോട്ടീസിലുണ്ട്. റിപ്പോർട്ടിലെ ഈ കണ്ടെത്തലുകൾ ഡോക്ടർ ഹാരിസ് തള്ളി. പ്രോബ് ഇല്ല എന്ന കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം തന്നെ അവഹേളിക്കുന്നതാണെന്നും ഹാരിസ് ഹസൻ പറഞ്ഞു. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടു തന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. എത്ര പ്രാവശ്യം അവർ അറിയിച്ചതാണ്. അവിടെ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ഒരു തെറ്റാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് ഹസൻ മറുപടി നൽകും. ഡോക്ടർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് KGMCTA വ്യക്തമാക്കി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. സ്കൂളുകളിൽ മധ്യവേനൽ അവധി ഇനി മഴക്കാല അവധിയാക്കണമോ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏപ്രിൽ മെയ് മാസത്തെ അവധിക്ക് പകരം മൺസൂൺ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകിയാലോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. തന്റേത് അഭിപ്രായം മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യം നടപ്പാക്കൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ശേഷം ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്നാലും കനത്ത മഴയെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി അവധി നൽകേണ്ട സാഹചര്യമാണ് നിലവിൽ. ഇതിന് പരിഹാരമായാണ് അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റിയാലോ എന്ന് ചിന്തിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ചിന്ത പൊതുജന അഭിപ്രായത്തിനായി മുന്നോട്ട് വെച്ചു. തന്റെ അഭിപ്രായം മാത്രമാണിതെന്നും വിവാദമാക്കരുതെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഇതൊരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇനി നാളെ മുതൽ ഈ TV-യിൽ ഇങ്ങനെ ജൂൺ ജൂലൈ മാസത്തെ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അടിച്ചു വന്ന് പിന്നെ ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കണം, നാളെ മുതൽ ഇനി മുദ്രാവാക്യം വിളിക്കണം, മെമ്പറിനെ എനിക്ക് അല്ല ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കാരമെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTA. ഒരു അധ്യാപക സംഘടനയോ നമ്മൾ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല. കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകണം. അങ്ങനെ അത് ചെയ്യാനും കഴിയുള്ളൂ എന്നതാണ് KSTA അഭിപ്രായം. കുട്ടികളുടെ ആരോഗ്യം, പഠനം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്ന് നിർദ്ദേശിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴയ്ക്കടുത്ത് എടത്വ കോഴിമുക്കിൽ സർക്കാർ LP സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതിന് പിന്നാലെ രക്ഷിതാക്കളുടെ പ്രതിഷേധം. സ്കൂളിലെ കുട്ടികളെ പുറത്തിരുത്തിയതോടെയാണ് പ്രതിഷേധവുമായി രക്ഷിതാക്കൾ എത്തിയത്. നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടത്തിലേക്ക് നാളെ മുതൽ ക്ലാസുകൾ മാറ്റാമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. സീലിംഗിലെ തകർച്ചയെ തുടർന്നാണ് പഴയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് റദ്ദാക്കിയത്. മുഴുവൻ ക്ലാസുകളും പ്രവർത്തിച്ച കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദായതോടെ കുട്ടികളെ അധ്യാപകർ പുറത്തിരുത്തി. ഇതോടെയാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധം. രേഖാമൂലം ഞങ്ങൾക്ക് എഴുതി തരണം. ആ ബിൽഡിംഗ് ശരിയാക്കി തരാമെന്നുള്ളത് രേഖാമൂലം എഴുതി തരണം. കുഞ്ഞുങ്ങളെ തിരിച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത നേതൃത്വത്തിൽ കേട്ടാനായിട്ട് ഞങ്ങൾ ഒരുക്കമല്ല. 60 ലക്ഷം രൂപ മുടക്കി പുതിയ കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരി പണിയാത്തതിനാൽ ഇതിനും ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. താൽക്കാലിക കൈവരി സജ്ജീകരിച്ച് നാളെ മുതൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. നമ്മുടെ ഈ പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് മേടിച്ചുകൊണ്ട് നാളെ മുതൽ ഇവിടെ ക്ലാസ് ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൈവരികൾ താൽക്കാലികമായി വെച്ചുകൊണ്ട് നിബന്ധനകളോടുകൂടി തന്നെ ഫിറ്റ്നസ് മേടിച്ച് നാളെ ക്ലാസ് തുടങ്ങാം. 4 ക്ലാസുകളിലെ കുട്ടികളെ 2 മുറികളിലിരുത്തിയാണ് താൽക്കാലിക സംവിധാനം. ഇത് ശാശ്വത പരിഹാരമല്ലെന്ന് രക്ഷിതാക്കൾ ആവർത്തിക്കുന്നു. പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. 24 ആലപ്പുഴ.
കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ പഞ്ചായത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതി ചേർത്തു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയാണ് പ്രതി ചേർത്തത്. തേവലക്കര സെക്ഷൻ KSCB ഓവർസിയർ എസ് ബിജുവിനെ സസ്പെൻഡ് ചെയ്തു. മിഥുന്റെ കുടുംബത്തിന് KSCB രണ്ടാമത് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ വൈദ്യുത വകുപ്പ് കൈമാറി. സ്കൂളിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് പരിഗണിക്കാതെ ഫിറ്റ്നസ് നൽകിയത് വീഴ്ചയെന്ന് കണ്ടെത്തിയാണ് പഞ്ചായത്ത് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോലീസ് പ്രതി ചേർത്തത്. തദ്ദേശ സ്ഥാപനത്തിന്റെ വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശാസ്താംകോട്ട പോലീസിന്റെ നടപടി. കഴിഞ്ഞ ദിവസം സ്കൂൾ മാനേജരെയും KSCB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കേസിൽ പോലീസ് പ്രതി ചേർത്തിരുന്നു. സംഭവത്തിൽ തേവലക്കര ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഓവർസിയർ ബിജു എസിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ 1 മാസത്തിനകം വിശദ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. മിഥുന്റെ കുടുംബത്തിന് KSCB പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി കൈമാറി. മിഥുന്റെ വീട്ടിലെത്തിയാണ് പണം കൈമാറിയത്. 24 കൊല്ലം. സിനിമാ നടീനടന്മാരുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പിലുള്ള മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും മത്സരിക്കും. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടൻ അനൂപ് ചന്ദ്രനെതിരെ അൻസിബ ഹസൻ പരാതി നൽകി. മത്സര ചിത്രത്തെ ആകെ മാറ്റിമറിക്കുന്നതായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ബാബുരാജും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, നാസർ ലത്തീഫ് എന്നിവരും മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു, ആശ അരവിന്ദ്, അഞ്ജലി നായർ, കൈലാഷ്, വിനു മോഹൻ, ജോയ് മാത്യു, സിജോയ് വർഗീസ്, റോണി ഡേവിഡ് രാജ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, നന്ദു പൊതുവാൾ എന്നിവരാണ് മത്സരരംഗത്തുള്ളവർ. മാധ്യമങ്ങളുടെ മോശം പ്രസ്താവന എന്ന ആരോപണത്തിൽ നടൻ അനൂപ് ചന്ദ്രനെതിരെ നടി അൻസിബ ഹസൻ മുഖ്യമന്ത്രിക്കും ഇൻഫോ പാർക്ക് പോലീസിനും പരാതി നൽകി. എന്നാൽ അൻസിബയെ അപമാനിച്ചിട്ടില്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളെയും മോശമായി കാര്യം I+U+ എന്ന മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. കേമനാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും കേമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ കൊച്ചി ലുലു മാരിറ്റ് ഹോട്ടലിലാണ് തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. ബെവ്കോ ഔട്ട്ലെറ്റിലെ മദ്യത്തിന് സെപ്റ്റംബർ മുതൽ 20 രൂപ കൂടുതൽ നൽകണം. ഒഴിഞ്ഞ കുപ്പി മദ്യം വാങ്ങിയ ഔട്ട്ലെറ്റിൽ തിരികെ എത്തിച്ചാൽ 20 രൂപ തിരികെ നൽകും എന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. QR കോഡ് പരിശോധിച്ചാണ് കുപ്പികൾ തിരിച്ചെടുക്കുന്നത്. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് മാതൃക പിന്തുടർന്നാണ് കുപ്പികൾ തിരികെ ശേഖരിക്കുന്നതിന് പുതിയ പദ്ധതി. ബിവറേജസ് കോർപ്പറേഷൻ 70 കോടി മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കുന്നത്. കുപ്പികൾ അലക്ഷ്യമായി പൊതുവിടങ്ങളിൽ വലിച്ചെറിയുന്നത് തടയാനാണ് കുപ്പി ഒന്നിന് 20 രൂപ വീതം ഡെപ്പോസിറ്റ് ഈടാക്കുന്നത്. മദ്യത്തിന്റെ അളവിലും വിലയിലും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ പ്ലാസ്റ്റിക്, ഗ്ലാസ് കുപ്പികൾക്കും പണം ഈടാക്കും. ഇത് വാങ്ങിയ അതേ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ 20 രൂപ നൽകും. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. ബെവ്കോ സ്റ്റിക്കർ പതിച്ച കുപ്പികൾ ആര് തിരികെ കൊണ്ടുവന്നാലും 20 രൂപ നൽകും. വാങ്ങിയ ആൾ തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ലെന്നും ബെവ്കോ അറിയിച്ചു. ബെവ്കോ സ്റ്റിക്കർ വ്യക്തമാകുന്ന നിലയിലായിരിക്കണം കുപ്പി തിരികെ എത്തിക്കേണ്ടത്. 800 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള എല്ലാ മദ്യവും ഗ്ലാസ് കുപ്പിയിലേക്ക് മാറും. 900 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മദ്യം വിൽക്കുന്ന നിലയിൽ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ എല്ലാ ജില്ലകളിലും 1 വീതം തുടങ്ങാനും തീരുമാനമുണ്ട്. സെപ്റ്റംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്താനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് എറണാകുളം തൃക്കാക്കര പോലീസ് കേസെടുത്തത്. കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കഞ്ചാവ് കേസിനും പുലിപ്പല്ല് കേസിനും പിന്നാലെ വേടൻ കുടുങ്ങിയത് ബലാത്സംഗ കേസിൽ. 2021 മുതൽ 23 വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടറുടെ പരാതി. കോഴിക്കോടും കൊച്ചിയിലും വെച്ചായിരുന്നു പീഡനം. തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വേടനും പരാതിക്കാരിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്നും കമ്മീഷണർ പുട്ട വിമലാദിത്യ. അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിന്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ
കംപ്ലൈൻറ്റിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും. ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. കൊച്ചി, കോഴിക്കോട് ജില്ലകളിൽ പോലീസ് പരിശോധന നടത്തും. അതേസമയം മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് വേടന്റെ നീക്കം. വേട്ടയാടരുതെന്നും വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നതായും പരാതിക്കാരിയുടെ അഭിഭാഷകയും അറിയിച്ചു. വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത്. മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. 24 കൊച്ചി. മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ പരമാവധി തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്തെന്ന് ഇരുവിഭാഗം നേതാക്കൾ. മൂന്നാം ഘട്ട ചർച്ച അടുത്തയാഴ്ച നടക്കും. വഫിയ വിഷയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. CIC നേതൃത്വവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീണ്ടും സംസാരിക്കും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, MT അബ്ദുള്ള മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ കൊയ്യോട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളിലെ 10 വീതം അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ ഇരുവിഭാഗം നേതാക്കളും പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും അഭിപ്രായ ഭിന്നതകളും ഒരു പരിധിവരെ പറഞ്ഞു തീർത്തു. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും നമ്മുടെ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം അത് ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ വഫിയയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സാദിഖ് അലി തങ്ങൾ CIC നേതൃത്വവുമായി വീണ്ടും സംസാരിക്കാൻ ധാരണയായി. പ്രശ്നത്തിൽ പൂർണ്ണമായ പരിഹാരം വേഗത്തിലുണ്ടാകുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. അടുത്തയാഴ്ച ഇരുവിഭാഗം നേതാക്കൾ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് താൽപര്യമെടുത്താണ് ചർച്ച നടന്നതെന്നാണ് സൂചന. 24 കോഴിക്കോട്. ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ കൊല്ലത്തെ CPIയിൽ കൂട്ടരാജി. കുണ്ടറ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ 60 നേതാക്കളും പ്രവർത്തകരുമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചത്. കുണ്ടറ മണ്ഡലം സമ്മേളനത്തിലെ തർക്കത്തിൽ ഏകപക്ഷീയമായെടുത്ത നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കൂട്ടരാജി. ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധിച്ചു നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരും തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയത്. 22 അംഗ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിലെ 11 അംഗങ്ങളും മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 6 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിൽ 3 പേരും 24 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 56 ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ 22 പേരുമാണ് രാജിവെച്ചിരിക്കുന്നത്. പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നാണ് രാജി. കുണ്ടറ മണ്ഡല സമ്മേളനത്തിലെ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഭിന്നത ഉടലെടുത്തിരുന്നു. ജില്ലാ നേതൃത്വ നിർദ്ദേശ സെക്രട്ടറി അംഗീകരിക്കാൻ ഭൂരിപക്ഷവും തയ്യാറായിരുന്നില്ല. പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കൗൺസിൽ അംഗം A. ഗ്രേഷ്യസ് അടക്കം 3 പേരെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. സമ്മേളന കാലത്ത് നടപടി പാടില്ലെന്ന ചട്ടം ലംഘിച്ചുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരിട്ട് നിർദ്ദേശിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു. നടപടി നേരിട്ട നേതാക്കൾക്ക് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകാതെ വന്നതോടെയാണ് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി CPIക്ക് നാണക്കേടായിരിക്കുകയാണ്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മലയാളി കന്യാസ്ത്രീകൾക്ക് അനുകൂല വെളിപ്പെടുത്തലുമായി യുവതി. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചത് ബജ്റംഗ് ദൾ നേതാവാണ്. കന്യാസ്ത്രീകളുടെ കൂടെ എത്തിയ യുവതിയുടേതാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ബജ്റംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചുവെന്നും യുവതി വ്യക്തമാക്കി. കമലേശ്വരി പ്രധാന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. चाहते हैं कि सर नंद और भैया को रिहा करें, उन लोग को इंसाफ मिले सर। आप लोग क्यों जा रही थी यहाँ से? यहाँ से हम लोग काम के सिलसिले में से जा रहे थे सर। तो आपको क्या लालच दे के लेके जा रहे थे? नहीं सर, अपनी मर्जी से जा रहे थे। अपनी मम्मी पापा का परमिशन लेके जा रहे थे। तो वहाँ पे बजरंग दल के कुछ युवक थे, महिलाएं थी, आपके साथ किस प्रकार का व्यवहार किया उन लोग? हम लोग को सर मारे और बोलने लगे कि अगर हम लोग जैसे बोल रहे हैं वैसे नहीं बोलोगे तो हम लोग आपके भैया को, आपके दीदी को, मतलब आपके सिस्टर दीदी को हम लोग जेल में डाल देंगे सर। और आप क्या चाहती हैं? ഈ പ്രതികരണം കമലേശ്വരി പ്രധാന്റേതാണ്. ഈ കമലേശ്വരി പ്രധാൻ ഇവരോട് ഒപ്പമുണ്ടായിരുന്ന യുവതിയാണ്. അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അജീഷ്,
ഈ കേസിൻ്റെ അന്വേഷണത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണ് ഈ മൊഴി. ഇത് അവർ പോലീസിനോട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ് എന്ന് കരുതാം. ഈ മൊഴി ഇതേ രീതിയിലാണോ പോലീസിന് നൽകിയത്? അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? നിലവിൽ പോലീസിന് ഈ രീതിയിലാണോ ഈ പെൺകുട്ടി മൊഴി ഉണ്ടതോ എന്ന് നമുക്ക് വ്യക്തമല്ല. നിലവിൽ ഈ പെൺകുട്ടി സർക്കാർ സംരക്ഷണയിലായിരുന്നു. ഇന്നലെയാണ് മാതാപിതാക്കൾക്കൊപ്പം തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. അവിടെ എത്തിയതിനു ശേഷം മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണമാണ് ഇങ്ങനെ. അതായത് ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ പെൺകുട്ടി നടത്തിയത്. ഇത് ആദ്യം മുതലേ തന്നെ ഈ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ പറയുന്നതായിരുന്നു. അതായത് പ്രധാനമായും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും പോലീസിനെയും വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടികൾ എത്തിയത്, ഈ 3 പെൺകുട്ടികളും എത്തിയത് ഈ ആഗ്രയിലേക്ക് ജോലിക്ക് പോകാനായിരുന്നു. അത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ കമലേശ്വരി പ്രധാൻ എന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്ന് 2 ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് മനുഷ്യക്കടത്തും തന്നെ മതപരിവർത്തന നിയമവും. ആ 2 വകുപ്പുകൾ ചുമത്തിയത് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പെൺകുട്ടിയെ അങ്ങനെ പറയിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ കമലേശ്വരി പ്രധാൻ പറയുന്നത്. 21 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇവർ നേരത്തെ ആരോപിച്ചിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെന്നാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആരോപിച്ചത്. പക്ഷേ അങ്ങനെയല്ല, 21 വയസ്സ് പ്രായമുണ്ട്. മാത്രമല്ല ഈ ബജ്രംഗ് ദളിന്റെ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ട് ഈ പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞത് പ്രകാരമാണ് പോലീസ് കേസെടുത്തതെന്ന് ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ആദ്യം ഘട്ടത്തിലൊന്നും രാവിലെ 8 മണിയോടെ ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നീട് ഏതാണ്ട് വൈകിട്ടാണ് പോലീസ് ഈ 2 ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത്. ആദ്യം മതപരിവർത്തനം മാത്രമായിരുന്നു ചുമത്തിയത്. പിന്നീട് ഈ മാതാപിതാക്കളുടെ സമ്മതമൊന്നും ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർത്ത് പോലീസ് ഈ മനുഷ്യക്കടത്തുന്ന വകുപ്പ് കൂടി, ഗുരുതരമായ വകുപ്പ് കൂടി BNS 143 കൂടി ചുമത്തുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നാളെ ഈ സഭയും അവരുടെ കുടുംബാംഗങ്ങളും അപേക്ഷ നൽകാൻ പോവുകയാണ്. അപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത് അജീഷ്, ഇവർ ഹൈക്കോടതിയിലേക്ക് തന്നെ പോകുകയാണ്. അതിനുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ടോ? നേരത്തെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതിന് ശേഷം പുറത്തു വന്ന UDF MPമാർ പറഞ്ഞത് വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അവിടെ സർക്കാർ എതിർക്കില്ല ജാമ്യാപേക്ഷ എന്നൊക്കെയാണ് പുറത്തു വന്ന മാധ്യമങ്ങളോട് MPമാർ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നുള്ള നിയമോപദേശം അങ്ങനെയല്ല എന്ന് തോന്നുന്നു, അല്ലേ? അവിടെ നിന്നുള്ള നിയമോപദേശം അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഇവർ ഈ ബിലാസ്പൂരിൽ ചെന്ന് അവിടുത്തെ ഒരു അഭിഭാഷകനെ കണ്ടുമുട്ടി സംസാരിച്ചിരുന്നു. അതിൽ പറയുന്നത് അവിടുത്തെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായിരുന്ന, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായിരുന്ന അമൃതവും ആണ് ഇവരുടെ അഭിഭാഷകൻ. അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് പറയുന്നത് സെഷൻസ് കോടതിയിൽ പോകേണ്ട കാര്യമില്ല, ഒരുപക്ഷെ ആ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമോ എന്നുള്ളത് ഉറപ്പില്ല, അതുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ പോകാം എന്നുള്ളൊരു നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകാൻ തീരുമാനിച്ചത്. നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. അതിനുശേഷം ഇത് നാളെ ചിലപ്പോൾ ഹൈക്കോടതി ഈ ഹർജി ലിസ്റ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. എന്നാൽ പോലും പെട്ടെന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ഇവർക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. അമിത്ഷാ പറഞ്ഞതിനോട് വലിയ പ്രതീക്ഷയാണ് നിലവിൽ ഇവർക്കെല്ലാം ഉള്ളത്. കാരണം പ്രോസിക്യൂഷൻ ഈ കേസിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടികളെ വെളിപ്പെടുത്തലോടെ തന്നെ നമുക്ക് വ്യക്തമാണ് പ്രോസിക്യൂഷൻ കേസ് കെട്ടിച്ചമച്ചതാണെന്ന്. ഇനി ഈ സർക്കാരിന്റെ, ഈ പോലീസിന്റെ ഈ FIRന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ പ്രോസിക്യൂഷൻ സ്വീകരിക്കുമോ അതോ കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം കാരണം ഈ പ്രോസിക്യൂഷന്റെ നിലപാട് മയപ്പെടുത്തുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത്. യെസ്, അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കമലേശ്വരി പ്രധാന്റെ ഈ നിർണായക വെളിപ്പെടുത്തൽ ഈ കേസിന്റെ അതിൻ്റെ തുടരന്വേഷണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കമലേശ്വരി ഇങ്ങനെ തന്നെയാണോ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം അതിനുശേഷം അവർ സർക്കാർ സംരക്ഷണയിലായിരുന്നു. ഇന്നലെയാണ് വീട്ടുകാരോടൊപ്പം പോയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. ജാമ്യത്തെ സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ഉറപ്പ് നൽകി. കന്യാസ്ത്രീകൾ കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകിയേക്കും. കന്യാസ്ത്രീകൾക്കായി ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോ ദാസ് ഹാജരാകും.
കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജാമ്യത്തിന് കേന്ദ്രവും ഛത്തീസ്ഗഡ് സർക്കാരും നടപടി സ്വീകരിക്കുമെന്ന് എംപിമാരോട് അമിത്ഷാ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്, അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു. UDF, LDF എംപിമാർ വെവ്വേറെയാണ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അറസ്റ്റിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആവർത്തിച്ച് ന്യായീകരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ ഉറപ്പ്. കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷമായി നാളെ കോടതിയെ സമീപിച്ചേക്കും. CBCIയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദുർഗിലെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയതോടെ അനുനയ നീക്കവുമായി BJP നേതൃത്വം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ ആസ്ഥാനം സന്ദർശിച്ചു. അറസ്റ്റിനെതിരെ ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ക്രൈസ്തവ സഭയുമായുള്ള സൗഹൃദ നയതന്ത്രം പാളുമോ എന്ന ആശങ്കയിലാണ് BJP നേതൃത്വത്തിന്റെ അനുനയ നീക്കം. ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും കുളം കലക്കാൻ ശ്രമിക്കുന്നു എന്നാണ് BJPയുടെ വിമർശനം. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കഴിഞ്ഞില്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട്, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെന്ന്, ഞാനല്ല പറയേണ്ടത്. ഇതിനിടെ BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം രംഗത്തെത്തി. കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തി എന്നാണ് VHPയുടെ വാർത്താക്കുറിപ്പ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭ. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അംഗമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭാംഗങ്ങൾ ചേർത്തലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയെന്ന് ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ആരോപിച്ചു. അറസ്റ്റിനെതിരെ ഓർത്തഡോക്സ് സഭാസ്ഥാനമായ കോട്ടയം ദേവലോകത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. വയനാട് മാനന്തവാടി KSRTC ഗ്യാരേജ് റോഡിൽ വൻ മരം കടപുഴകി വീണു. വനം വകുപ്പ് ഓഫീസിന്റെ പറമ്പിൽ നിന്നാണ് മരം റോഡിലേക്ക് പതിച്ചത്. 4 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, കനത്ത മഴ പെയ്തോ ഇന്ന്? ആ സമയത്താണോ ഈ വലിയ മരം റോഡിലേക്ക് കടപുഴകി വീണത്? വിജയകുമാർ, മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി 8:30യോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നോർത്ത് വയനാട് DFO ഓഫീസിന്റെ വളപ്പിലെ മരമാണ് കടപുഴകിയത്. മാനന്തവാടി അഗ്നിരക്ഷാ സേനാംഗങ്ങളും നോർത്ത് വയനാട് RRT സംഘവും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. KSRTC ഗ്യാരേജ് റോഡിലേക്കാണ് മരം കടപുഴകി വീണത്. 4 വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വിജയകുമാർ. യെസ്, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. 4 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സുർജിത്ത് നൽകിയത്. അമേരിക്ക പ്രഖ്യാപിച്ച തീരുവയുടെ ആഘാതം പരിശോധിക്കുകയാണെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രത്തെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകണം എന്നാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. കയറ്റുമതിക്കാർ, വ്യവസായങ്ങളടക്കം എല്ലാവരുമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം ചർച്ചകൾ നടത്തും. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിനെ അറിയിച്ചു. അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുമെന്നും കേന്ദ്രമന്ത്രി.
on 10th April 2025 and further extended up to 1st August 2025. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. Everybody knows that the Indian economy is a dead economy. Trump अब बोल रहा है कि मैं 25% टैरिफ लगाऊंगा. आपने अपने आप से ये सवाल पूछा कि नरेंद्र मोदी जी जवाब क्यों नहीं दे पा रहे? पूछा है क्यों? एक्चुअल रीजन क्या है? कंट्रोल किसके हाथ में है? बात समझिए. മികച്ച കരാറിനായി കേന്ദ്ര സർക്കാരിന് ശക്തമായ പിന്തുണ നൽകണമെന്ന് ഡോക്ടർ ശശി തരൂർ MP. I do believe the American stand has not been totally reasonable. And I believe our stand, we can possibly show some flexibility, but there is a limit to how much flexibility we can show. Everything depends on the ongoing negotiations. I wish our negotiators good luck and good courage, because we can't afford to buckle under. We have to keep our national interests as number one in our minds. താരിഫ് ആഘാതത്തിൽ തകർന്ന ഇന്ത്യൻ ഓഹരി വിപണികൾ 900 പോയിന്റ് വരെ ഉയർന്ന ശേഷം നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 296 പോയിന്റ് ഇടിഞ്ഞു. താരിഫ് നയത്തിൽ ചർച്ചകൾ നടക്കുന്നതിൽ പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക നീക്കവുമായി VC. സർവകലാശാലയിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കും. വൈസ് ചാൻസലറുടെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ മിനി കാപ്പന് നിർദ്ദേശം നൽകി. ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് തടസ്സം നിന്നാൽ പോലീസ് സഹായം തേടാനും നിർദ്ദേശിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഒരു ഏറ്റുമുട്ടൽ എങ്കിൽ അതിന് തയ്യാറാണ് എന്നാണോ VC ഈ നീക്കങ്ങളിലൂടെ രജിസ്ട്രാറെ അറിയിക്കുന്നത്? അതുതന്നെയാണ് VCയുടെ നീക്കം. നേരത്തെ സർവകലാശാല സെക്യൂരിറ്റി ജീവനക്കാരോട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നത് തടയണം, ഒപ്പം ഔദ്യോഗിക വാഹനത്തിന്റെ ചാവി വാങ്ങണം. എന്നാൽ ഇതൊന്നും ഈ സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാർ നടപ്പാക്കാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും VC നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ സർവകലാശാലയിൽ VC പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ മിനി കാപ്പന് നിർദ്ദേശം നൽകി. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹായം വേണമെങ്കിൽ അത് പോലീസിന്റെ സഹായമാണെങ്കിൽ പോലീസിന്റെ സഹായം തേടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം നേരത്തെ നൽകിയിരിക്കുന്ന KS അനിൽകുമാറിനെ തടയുക തുടങ്ങിയ നീക്കങ്ങൾ നടക്കാൻ സാധ്യതയില്ല. കാരണം കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ KS അനിൽകുമാറിന്റെ കേസ് നിലനിൽക്കുകയാണ്. അത് 4-ാം തീയതി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ KS അനിൽകുമാറിനെതിരെ ഏതെങ്കിലും നീക്കം നടത്തിക്കഴിഞ്ഞാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റു നിർദ്ദേശങ്ങൾ, അതായത് ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, അവയെല്ലാം കർശനമായി നടപ്പാക്കി മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത. വിജയകുമാർ. ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിൽക്കുകയാണെങ്കിൽ പോലീസിന്റെ സഹായം തേടാനാണ് ഇപ്പോൾ VC രജിസ്ട്രാറുടെ ചുമതലയുള്ള ആൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു നേരിട്ട് ഏറ്റുമുട്ടലിന് തയ്യാറാണ് എന്ന സന്ദേശം VC നൽകുന്നുണ്ട് സർവകലാശാലയിൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ചാൻസലറെ കണ്ടതിന് ശേഷമാണ് സുപ്രധാന തീരുമാനങ്ങൾ, നീക്കങ്ങൾ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. ആലപ്പുഴ നഗരമധ്യത്തിൽ യുവാക്കളുടെ പരാക്രമം. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ 2 പേർ ചേർന്ന് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കണ്ണൂർ സ്വദേശിയായ റിയാസ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. യുവാക്കൾ തമ്മിൽ സമൂഹമാധ്യമം വഴിയുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെയായിരുന്നു കത്തിക്കുത്ത്. കണ്ണൂർ താഴെച്ചൊവ്വ സ്വദേശി 25 വയസ്സുകാരൻ റിയാസിനോട് ആലപ്പുഴയിലെത്താൻ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശികളായ വിഷ്ണുലാലും സിബിയുമാണ്. റിയാസ് ബസ്സിറങ്ങിയപ്പോൾ തന്നെ തർക്കം ആരംഭിച്ചു. വിഷ്ണുലാൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പലയാവർത്തി റിയാസിനെ കുത്തി. പോലീസെത്തി വിഷ്ണുലാലിനെയും സിബിയെയും കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിലും കുത്തുകൊണ്ടു കിടക്കുന്ന റിയാസിന് നേരെ ഭീഷണി. ഗുരുതര പരിക്കുകളോടെ റിയാസ് ആലപ്പുഴ ജില്ലാ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് റിയാസിന്റെ മൊഴി രേഖപ്പെടുത്തും. 24 ആലപ്പുഴ. തൃശൂരിലും കൊച്ചിയിലും MDMA പിടികൂടി. 2 ഇടങ്ങളിൽ നിന്നായി 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ ഗൾഫിലേക്ക് കൊടുത്തുവിടാനിരുന്ന അച്ചാർ കുപ്പിയിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തി. തൃശൂരിൽ വിൽപ്പനയ്ക്കെത്തിച്ച 5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. UP സ്വദേശി സുഹൈറിനെ എക്സൈസ് പിടികൂടി.
ഡൽഹിയിൽ നിന്നെത്തിച്ച മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയത്. KSRTC സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 5 കിലോ കഞ്ചാവാണ് പിടിച്ചിട്ടുള്ളത്. UP സാരംഗ്പൂർ സ്വദേശി സുഹൈൽ എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ കണ്ണംകുളകരയിൽ നിന്ന് പിടിച്ചിരുന്നു ഒരു ഒറീസ സ്വദേശിനെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആണ് ഇയാളിലേക്ക് എത്താൻ പറ്റിയത്. ഒരുപാട് ദിവസമായിട്ടുള്ള ഒബ്സർവേഷനിലായിരുന്നു. ഈ റൂം ഇയാളുടെ പേരിലാണ്, ഈ ലോഡ്ജിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്. കൂർക്കഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിലാകുന്നത്. വെങ്ങണിശ്ശേരി സ്വദേശി ശരത്താണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 2.82 ഗ്രാം MDMA കണ്ടെടുത്തു. കൊച്ചിയിൽ ഹോട്ടലിൽ നിന്ന് MDMAയുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കത്രക്കടവ് സ്വദേശികളായ സോണി, സനൽ എന്നിവരെയാണ് സെൻട്രൽ പോലീസ് പിടികൂടിയത്. 2.5 ഗ്രാം MDMA പിടിച്ചെടുത്തു. കണ്ണൂരിൽ ഗൾഫിലേക്ക് കൊടുത്തുവിടാനിരുന്ന അച്ചാർ കുപ്പിയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. കണ്ണൂർ കണയന്നൂർ സ്വദേശി മിഥിലാജിന്റെ വീട്ടിൽ സുഹൃത്തുക്കളെത്തിച്ച പാഴ്സലിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. MDMAയും ഹാഷിഷ് ഓയിലുമാണ് അച്ചാർ കുപ്പിയിലുണ്ടായിരുന്നത്. സംശയം തോന്നിയ മിഥിലാജിന്റെ ഭാര്യാപിതാവ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേരെ ചക്കരയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഡാർക്ക് നെറ്റ് വഴി രാസലഹരി കടത്തിയ കേസിൽ 3 വിദേശ പൗരന്മാരും പ്രതികളാവും. ഓസ്ട്രേലിയൻ സ്വദേശികളായ 2 പേരും ഒരു ബ്രിട്ടീഷ് പൗരനുമാണ് പ്രതികളാവുക. പ്രതികളെ ഇന്ത്യയിൽ എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയതായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. ഡാർക്ക് നെറ്റ് വഴി ലഹരിക്കടത്ത് കേസിലെ മുഖ്യപ്രതി മൂവാറ്റുപുഴ സ്വദേശി എഡിസന് വേണ്ടി ലഹരി കച്ചവടം നടത്തുകയും ക്രിപ്റ്റോ കറൻസി വിനിമയം നടത്തിയതും വിദേശ പൗരന്മാരാണെന്ന് NCB കണ്ടെത്തി. ഇതിൽ 2 പേർ ഓസ്ട്രേലിയൻ പൗരന്മാരും ഒരാൾ ബ്രിട്ടീഷ് പൗരനുമാണ്. ഇവരെ നാട്ടിലെത്തിക്കാൻ NCB വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടി. ഈ രാജ്യങ്ങളുമായി കുറ്റവാളികളെ കൈമാറാൻ കരാറുള്ളതിനാൽ പ്രതികളെ ഇന്ത്യയിലെത്തിക്കാനാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇതിനു പുറമെ കേസിലെ മുഖ്യപ്രതി എഡിസന് ജർമ്മനിയിലെ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നതായും NCB കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. 52 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രതീക്ഷയോടെ കടലിൽ പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരികയാണ് മത്സ്യത്തൊഴിലാളികൾ. മീൻപിടുത്ത ബോട്ടുകൾ കടലിലേക്ക് പോകാൻ സജ്ജമായി. പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. പ്രതികൂല കാലാവസ്ഥ മുതൽ കപ്പലപകടങ്ങൾ വരെ ആശങ്കയുടെ തീരത്തായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസം നീണ്ട വറുതിക്കാലത്തിനൊടുവിൽ കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. വല നിറയെ മീൻ പ്രതീക്ഷിച്ച് ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലേക്കിറങ്ങും. വലയൊരുക്കി ഐസ് നിറച്ച് അങ്ങനെ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഈ 2 വർഷമായിട്ട് പണി മോശമായിരുന്നു. ഈ വർഷം നല്ല പണി നടക്കുന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും പോയിട്ടല്ലേ അറിയാൻ പറ്റൂ. മഴയും കാര്യമൊക്കെ അടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്, പണി നടക്കുന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി പോകുന്നുണ്ട്. ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ട്രോളിംഗ് സമയത്ത് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. കടലിൽ ചാകരക്കോൾ ഉണ്ടാകാനിടയുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളും ഇത്ര ദിവസം കാറ്റിരുന്നത്, അതുകൊണ്ടാണ് കാറ്റിരുന്നത്. 52 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിക്ക് പോകുന്നത്. നല്ല പ്രദേശത്തോടാണ് പണിക്ക് പോകുന്നത്. എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങളുടെ കുടുംബം പോറ്റിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോക്കാം. ഞങ്ങൾക്കുണ്ട് സാഗര കിട്ടുമെന്നുള്ള പ്രദേശത്തോടാണ് പണിക്ക് പോകുന്നത്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ട്രോളിംഗ് നടപ്പിലാക്കുന്നത്. ഈ സമയത്ത് സമാശ്വാസ പദ്ധതികളിലൂടെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്തേണ്ടത് എന്നും അനിവാര്യമാണ്. ആശങ്കയുടെ തീരത്ത് നിന്ന് ഒരു കടലോളം പ്രതീക്ഷയുടെ ദൂരം മാത്രമാണ് ഇനി ബാക്കി. ഒരു ചാകരക്കാലം കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അനന്തുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. തൃശൂരിൽ സ്കൂൾ കുട്ടികൾ നിന്ന ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താതെ പോയപ്പോൾ അത് പിന്തുടർന്ന് പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. തൃശൂർ വരാക്കര റൂട്ടിലോടുന്ന മാതാ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സൂരജ് സജി അതിൻ്റെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരുമെന്നാണ് കരുതുന്നത്. ഈ ബസ്സാണ് ഇന്ന് വൈകിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോയത്. അവിടെ കുട്ടികൾ ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കൈകാട്ടി, പക്ഷേ ബസ് നിർത്തിയില്ല. മോട്ടോർ വാഹന വകുപ്പ് അത് പിന്തുടർന്ന് പിടികൂടി. തൃശ്ശൂർ വരാക്കര റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. അതിൻ്റെ പേര് മാതാ. അത് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു.
കണ്ണൂരിൽ ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം എണ്ണുന്നതിനിടെ ജീവനക്കാരന്റെ മോഷണ ദൃശ്യം CCTVയിൽ പതിഞ്ഞതോടെ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ LD ക്ലാർക്ക് ചെറിയൂരിലെ മുല്ലപ്പള്ളി നാരായണനെയാണ് സസ്പെൻഡ് ചെയ്തത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഓഫീസ് ക്ലർക്കാണ് ചെറിയൂരിലെ നാരായണനെതിരെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. 25-ാം തീയതിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അവിടെ ദിവസേനയുള്ള ഈ ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം എണ്ണുന്നതിനിടെയാണ് ഈ ജീവനക്കാരനായിട്ടുള്ള നാരായണൻ ഈ പണം ഈ മോഷ്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അന്ന് തന്നെ മറ്റ് ജീവനക്കാർക്ക് ചിലർക്ക് സംശയം തോന്നിയിരുന്നു. തുടർന്നാണ് ദേവസ്വത്തിനുൾപ്പെടെ പരാതി നൽകിയത്. അങ്ങനെ CCTV പരിശോധിച്ചപ്പോൾ ഇയാൾ ഈ ക്ഷേത്ര ഭണ്ഡാരത്തിൽ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുള്ള പണം അത് എണ്ണുന്നതിനിടെ ഇത് മോഷ്ടിക്കുന്ന, അതായത് താഴെ ഭാഗത്തേക്ക് ഇട്ട് പിന്നീട് അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. യെസ്, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠനത്തിന് അനുമതി. ഡീൻസ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ചരിത്രപരമായ തീരുമാനമെന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് 24-നോട് പറഞ്ഞു. 24 ബിഗ് ഇമ്പാക്ട്. തുടർ പഠനം പ്രതിസന്ധിയിലായ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഒടുവിൽ നീതി. ഉന്നത പഠനത്തിനും ജോലിക്കും അംഗീകാരം നൽകാൻ കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡീൻസ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. 24 പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു വൈസ് ചാൻസലർ യോഗം വിളിച്ചത്. അക്കാദമിക് കൗൺസിൽ യോഗം ചേരാത്തതുകൊണ്ട് VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചായിരുന്നു തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. അടിയന്തര ഇടപെടലിന് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനും കേരള സർവകലാശാലയ്ക്കും നന്ദി അറിയിച്ച് ഓപ്പൺ സർവകലാശാല VC. അങ്ങനെ ഇന്ന് ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ. എസ്പെഷ്യലി അക്കാഡമീഷ്യൻസായ ഡീൻസ്, അവരൊരു നല്ല റോള് വഹിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറഞ്ഞ ഒരു ചരിത്രപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. 2018 കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പ്രത്യേകം തുല്യതാ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിൽ ഓപ്പൺ സർവകലാശാല എന്ന പരാമർശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആദ്യം അനുമതി നിഷേധിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് ഇതോടെ സുരക്ഷിതമായിരിക്കുന്നത്. ഒപ്പം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.